നമസ്കാരം, മൈ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന നാടൻ രസമാണ്. ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് പറയുന്നത് പച്ചമല്ലി, തക്കാളി, ജീരകം, വെളുത്തുള്ളി, കുരുമുളക്, കായം, മല്ലിച്ചപ്പ്, വേപ്പിൻ്റെ ഇല. ഇതിൻ്റെ സാധനങ്ങളാണ് വേണ്ടത്. ഒപ്പം ഇതിൻ്റെ കൂടെ പുളിയും കൂടെ ആവശ്യമാണ്. ഇതതിൻ്റെ മെയിനാണ്, പുളി. ഇനി നമുക്ക് ഇതിലെ ചില ഐറ്റംസ് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഏതൊക്കെ ഐറ്റംസാണെന്ന് വെച്ചാൽ പച്ചമല്ലി, ജീരകം, അതുപോലെ തന്നെ കുരുമുളക്. ഇതൊന്നും നമുക്ക് ചതച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മല്ലി, കുരുമുളക്, ജീരകം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം. അത് പക്ഷേ ആദ്യം നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളി ഇപ്പോൾ തന്നെ ഇട്ട് കഴിഞ്ഞാൽ വെളുത്തുള്ളി നന്നായി അരഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് പച്ചമല്ലി, കുരുമുളക്, ജീരകം ഇതൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കാം. അപ്പം നമ്മുടെ ഐറ്റംസ് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാനുണ്ട്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. മല്ലി, കുരുമുളക്, ജീരകമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിയണമായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം അത് മാത്രം ഇട്ട് അടിച്ചത്. വെളുത്തുള്ളി എന്ന് പറയുന്നത് ജസ്റ്റ് ചതഞ്ഞാൽ മതി. ഇനി നമുക്ക് ഇതൊക്കെ കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച പുളി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് അതിലെ പുളി നന്നായി പിഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പുളിയിലോട്ട് വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് അതിലെ മാക്സിമം പുളി നമുക്ക് പിഴിഞ്ഞെടുക്കാം. എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് ഈ പുളിയിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നത് കൊണ്ട് തന്നെ രസത്തിനാവശ്യമായ വെള്ളം കൂടെ നമ്മുടെ പാത്രത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കുറവുണ്ടെങ്കിൽ മാത്രം നമുക്ക് ലാസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ രസത്തിലേക്കുള്ള പുളി പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത്രയും വെള്ളമാണ് ഇപ്പോൾ ഇതിലായിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ ഒരു ഗ്ലാസ്സും കൂടെ നമുക്ക് വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. രസം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ച് തക്കാളി ഇട്ട് കൊടുക്കണം. ഒരു തക്കാളിയാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഇതിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഇടാനായിട്ടുള്ളത് നമ്മൾ എടുത്തു വെച്ച മല്ലിച്ചെപ്പാണ്. അത് നമുക്ക് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് മുറിച്ചതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കൈകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ഉടച്ച് ചേർക്കാം. തക്കാളിയും അതിലുള്ള ചേരുവകളൊക്കെ പാടൊന്ന് ചേർത്തിട്ടൊന്ന് ഉടച്ച് ചേർക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രസത്തിൻ്റെ കൂട്ടെന്ന് പറയുന്നത്. വെള്ളം കുറവുള്ളപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്കൊന്ന് വറവിക്കിടണം. അതിന് വേണ്ടിയിട്ട് ചീഞ്ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കണം. അതിന് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ. നന്നായി ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി തുടങ്ങുന്നുണ്ട്. പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ രസത്തിൻ്റെ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പം കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ രസത്തിൻ്റെ കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായി തിളച്ച് വരണം. ഇപ്പം നമ്മുടെ രസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഐറ്റം ഇതിലിട്ട് കൊടുക്കാനുണ്ട്. നമ്മളെടുത്ത് വെച്ചിരുന്ന കായം, അത് നമ്മൾ രസം തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി രസം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. കൂടുതൽ തിളയുടെ ആവശ്യമില്ല. രസം 2 തിള തിളച്ചാൽ തന്നെ റെഡി ആവും എന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ രസം തിള വന്ന് രസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ചട്ടി ഇറക്കി വയ്ക്കാം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാണ് ഞാൻ തയ്യാറാക്കിയ രുചികരമായ നാടൻ രസം. നിങ്ങൾക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.